കേരളീയ നവോത്ഥാനത്തിൻ്റെ ദൗർബല്യങ്ങളായി പരിഗണിക്കുന്നത് ഇനിയും സഫലമാകാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കീഴാള വിഭാഗങ്ങളുടെ മോചനവും രണ്ട്, സ്ത്രീ പുരുഷ സമത്വവുമാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ പൊതു ഇടങ്ങളിലേക്ക് കടന്നു വരാൻ പോരാട്ടങ്ങളിലൂടെ, പരിഷ്കരണങ്ങളിലൂടെ അവസരം ലഭിച്ച ഒരു സമൂഹം എന്ന നിലയിൽ ഇനിയും സഫലമാകാത്ത രണ്ട് നവോത്ഥാന അജണ്ടകൾ, കീഴാള വിഭാഗത്തിൻ്റെ മോചനവും സ്ത്രീ പുരുഷ സമത്വത്തിനും വേണ്ടി ഉണ്ടാകുന്ന ഏതവസരത്തിലും അതിനോടൊപ്പം നിൽക്കാൻ ഒരു നവോത്ഥാന പാരമ്പര്യമുള്ള അയ്യൻകാളിയുടെ പിന്മുറ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ആ പക്ഷത്തെ നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് തുടരും. അത് പറയുമ്പോൾ ചരിത്രത്തിൻ്റെ പൂർവ്വകാലത്തിലേക്ക് പോയാൽ, നമ്മളിപ്പോൾ കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് ഈ പ്രശ്നം വരുന്നത്. ആഗോള ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള കാനന ക്ഷേത്രമായ ശബരിമലയിലെ സവിശേഷമായ ഒരു ആചാരം. ഞാൻ ഈ 950-ലാണ് ഈ തിരുക്കൊച്ചി ഹിന്ദു സ്ഥാപന ധർമ്മ നിയമപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത്. അത് രൂപീകരിക്കുമ്പോൾ മന്നത്ത് പത്മനാഭനാണ് അതിൻ്റെ പ്രസിഡന്റ്. അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. ആ ബോർഡിൽ ആർ ശങ്കറുണ്ട്. ആ ബോർഡൊന്ന് രൂപീകരിക്കുമ്പോൾ, അതാണ് ഞാൻ പറയുന്നത്, പൂർവ്വകാലത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കണം. ആദ്യത്തെ ദേവസ്വം ബോർഡ് പരിഗണിച്ച പ്രധാനപ്പെട്ട ഒരു പ്രമേയമുണ്ട്. അവരുടെ ഒഫീഷ്യൽ റെസൊല്യൂഷനുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്നത് ഒരു ജാതിരഹിത ഹിന്ദു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയണം. ആചാരങ്ങളും ചടങ്ങുകളും കാലോചിതമായി പരിഷ്കരിക്കണം. സ്ത്രീകൾക്ക് ക്ഷേത്ര ഭരണകാര്യങ്ങളിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയല്ല, ക്ഷേത്ര ഭരണകാര്യങ്ങളിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം. ഒരു കാലത്തിൻ്റെ വൈപരീത്യം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശ്രീ മന്നത്ത് പത്മനാഭൻ അതിൻ്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബോർഡ്, ആർ ശങ്കർ അംഗമായിരുന്ന ബോർഡ്, അന്ന് പാസാക്കിയ ആ പ്രമേയം ഇന്ന് കാലം എത്ര പിന്നിട്ടിരിക്കുന്നു. 75 വർഷം കഴിഞ്ഞു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ആ ബോർഡാണ്. ഇന്നിപ്പോൾ പമ്പ മണപ്പുറത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എല്ലാ പിന്തുണയും കൊടുത്താണ് KPMS. KPMSൻ്റെ ആ പിന്തുണ ഇപ്പോഴും തുടരുന്നുണ്ട്. ആഗോള നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആ ക്ഷേത്രത്തിൻ്റെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞ സംഘടനയാണ് KPMS. ആ ക്ഷേത്രത്തിൻ്റെ വികാസത്തിന് വേണ്ടിയുള്ള പിന്തുണ ഇപ്പോഴും തുടരുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആ മഹാരഥന്മാരുടെ പിന്മുറക്കാർ ഇന്ന് വിപരീതമായൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ പൂർവ്വകാലത്തിലെ മന്നത്ത് പത്മനാഭൻ്റെ ആഗ്രഹങ്ങളെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ KPMSലൂടെ കേരളം കേൾക്കുന്നു എന്നതാണ് ഇന്നത്തെ സവിശേഷമായ സാഹചര്യം. ആർ ശങ്കറിൻ്റെ അഭിപ്രായങ്ങളെ, ആർ ശങ്കറിൻ്റെ നിലപാടുകളെ KPMSലൂടെ കേരളം കേൾക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ നിലപാട്. നമ്മുടെ നിലപാടിലൂടെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വിമോചനാത്മകമായിട്ടുള്ള ആത്മീയധാരയുടെ വക്താക്കൾ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ വിപ്ലവകാരിയായിട്ട് നമ്മൾ കാണേണ്ടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. ആ ശ്രീനാരായണ ഗുരുവാണ് 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ വെച്ച് മാറ്റമാണ് ഈശ്വരൻ എന്ന് പറയുകയും, കണ്ണാടിയിലൂടെ മനുഷ്യന്റെ മുമ്പിൽ കണ്ണാടി വെച്ച് മഹേശ്വരന് പകരം മനുഷ്യനെ പ്രതിഷ്ഠിച്ച് വിഗ്രഹങ്ങൾക്ക് തന്റെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുകയും, വിദ്യാലയം വേണം, വിദ്യയിലൂടെ പ്രബുദ്ധരാകാൻ ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുവാണ് ഏറ്റവും വലിയ വിപ്ലവകാരി കേരളത്തിന്റെ ആത്മീയ രംഗത്ത്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വാഗ്ഭടാനന്ദൻ, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, കാഷായ വേഷം ധരിക്കാതെ, ആശ്രമങ്ങളിൽ ഇരിക്കാതെ, നമ്മുടെ സമൂഹത്തിലെ ആത്മീയധാരയിലെ മാറാല മാറ്റുന്നതിന് വേണ്ടി വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം പോലും രചിച്ച ചട്ടമ്പി സ്വാമികൾ വിമോചനാത്മകമായിട്ടുള്ള ആത്മീയധാരയുടെ വക്താക്കളാണ്. ആ ആശയസമരം മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് അനിവാര്യമാണ്. ഞാൻ എൻ്റെ സംസാരത്തിൽ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ വേദി പങ്കിടുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ, ഭരണാധികാരികളെ സമ്മർദ്ദപ്പെടുത്താൻ നമ്മളില്ല.
എൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ പ്രതിഷേധിക്കുമോ, അതോ നിങ്ങളും വനിതകളെ കൊണ്ട് പോകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കാത്തിരിക്കും, ആശയസമരം തുടരും. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സാംസ്കാരിക ഔന്നത്യമുള്ള കേരളത്തിൽ അത് കഴിയുന്നില്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹിക പരിസരം അതിന് പാകപ്പെട്ടില്ല എന്ന് ഞങ്ങൾ പറയും. ഞങ്ങളുടെ ആശയസമരം തുടരും. ആത്മീയ രംഗത്തെ വിപ്ലവത്തിന്റെ അസ്വസ്ഥതകൾക്ക്, ആ ദഹനക്കേടുകൾക്ക് സംവാദ ചികിത്സ നടത്താൻ കേരളത്തിൽ KPMS മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ സമ്മേളനം.